ദൈവ തിരുനാമത്തിന് മഹത്വം. വീണ്ടും ഒരിക്കൽ കൂടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വലിയേറിയ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. മിസ്രൈമിൽ നിന്ന് വിടുവിക്കപ്പെട്ട ഇസ്രായേൽ ജനം 40 വർഷക്കാലം മരുഭൂമിയിൽ ചുറ്റി നടന്നു. 3 ദിവസം വെള്ളം പോലും കിട്ടാതെ നടന്നു. ഏതാനും ചില ദിവസങ്ങൾ കൊണ്ട് അവരുടെ അവകാശ ദേശത്തേക്ക്, വാഗ്ദത്ത ദേശത്തേക്ക് എത്താമായിരുന്നു. എന്നാൽ അതിന് സാധിക്കാതെ അവർ ചുറ്റിക്കറങ്ങി. മരുഭൂമിയുടെ അനുഭവം വളരെ ക്ലേശകരമാണെന്ന് നമുക്കറിയാം. ഇന്നും അനേകർ ഈ മരുഭൂമിയുടെ അവസ്ഥയിലാണ്. യാതൊരു ഫലവുമില്ലാതെ ജീവിതം മുരടിച്ച് തൊട്ടു മുന്നിൽ വച്ചിരിക്കുന്ന ഫലപുഷ്ടിയുള്ള ജീവിതം കൈവശമാക്കാതെ വട്ടം കറങ്ങി പുറപ്പെട്ടിടത്ത് തന്നെ തിരിച്ചെത്തി നിൽക്കുന്ന അവസ്ഥ. ആവർത്തന പുസ്തകം 8-ാമത്തെ അധ്യായം 7 മുതൽ പറഞ്ഞിരിക്കുന്നത്, നിന്റെ ദൈവമായ യഹോവ നിന്നെ നല്ലൊരു ദേശത്തേക്കല്ലോ കൊണ്ടുപോകുന്നത്. അത് സുഭിക്ഷമായി ഉപജീവനം കഴിയാവുന്നതും ഒന്നിനും കുറവില്ലാത്തതുമായ ദേശമാണ്. എന്നിട്ടും എന്തേ ഇസ്രായേൽ ജനം 40 വർഷക്കാലം മരുഭൂമിയിലൂടെ ചുറ്റിക്കറങ്ങി, മരുഭൂമിയുടെ അവസ്ഥയിലൂടെ കടക്കേണ്ടി വന്നു. മരുഭൂമിയുടെ അനുഭവത്തിൽ നിന്ന് വിജയകരമായ അനുഭവത്തിലേക്ക് വരണമെങ്കിൽ നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം 5-ാം തിരുവചനം പറയുന്നു, പിന്നെ യോശുവ ജനത്തോട് പറഞ്ഞത്, നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ, യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ അത്ഭുതം പ്രവർത്തിക്കും. ആമേൻ. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു വിശുദ്ധ ജീവിതത്തിന് വേണ്ടിയിട്ട്, ഒരു വിശുദ്ധ ജീവിതത്തിന് ഉടമയായി വിജയകരമായ അനുഭവത്തിലേക്ക് വരുവാൻ കർത്താവിനോട് ചേർന്ന് നിന്ന് വിശുദ്ധീകരിക്കപ്പെട്ട ജനമായി അവൻ അരുളി ചെയ്തിട്ടുള്ള വാഗ്ദത്ത നാട്ടിലേക്ക്, അല്ലെങ്കിൽ വിജയകരമായ അനുഭവത്തിലേക്ക് വരുവാൻ നമുക്ക് സാധിക്കട്ടെ. കർത്താവ് കൃപ ചെയ്യട്ടെ. കർത്താവ് നാം എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.